إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ, മയ്യിത്ത് മറമാടാനും ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അവനോടുള്ള ബാധ്യതയായി അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കാനും മദീനയിൽ മസ്ജിദ് നബവിക്ക് അടുത്തുള്ള പ്രസിദ്ധമായ ബഖീഉ അൽ അർഖദിൽ സ്വഹാബത്തിനോടൊപ്പം ഒരുമിച്ചു ചേർന്നു. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അങ്ങനെ ഞങ്ങൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരുന്നു. ഞങ്ങൾ അവിടുത്തെ ചുറ്റും കൂടിയിരുന്നു. എന്നിട്ട് അവിടുന്ന് തൻ്റെ കയ്യിൽ ഭൂമിയിൽ കുത്തി നടക്കാൻ അവലംബിക്കാറുള്ള ഒരു വടി, ആ വടിയിലൂന്നി തറയിലേക്ക് നോക്കി, താഴേക്ക് നോക്കി ചിന്താനിമഗ്നനായി അവിടുന്ന് ആലോചിച്ചിരുന്നു. ഗൗരവത്തിൽ എന്തോ ആലോചിച്ച് അവിടുന്ന് വടിയിലൂന്നി താഴേക്ക് നോക്കിയിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു, മാ മിൻ നഫ്സിൻ മൻഫൂസത്തിൻ ഇല്ലാ വഖദ് കതബ അല്ലാഹു മകാനഹ മിനൽ ജന്നതി വന്നാർ. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗവും നരകവും നിശ്ചയിക്കുകയും സ്വർഗത്തിലെയും നരകത്തിലെയും അവന്റെ സ്ഥാനം തീരുമാനിക്കുകയും ചെയ്തിട്ടല്ലാതെ അവനിവിടെ ജനിച്ചു വീഴുന്നില്ല. വഇല്ലാ വഖദ് കുതിബത് ശഖിയതൻ ഔ സഈദ. നാളെ പരലോകത്തവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടല്ലാതെ ഒരു കുഞ്ഞും ഇവിടെ ജനിച്ചു വീഴുന്നില്ല. സ്വാഭാവികമായും ഈ വാചകം കേട്ടപ്പോൾ നമുക്കുണ്ടായ സംശയം പോലെ തന്നെ സ്വഹാബത്തിനും സംശയമുണ്ടായി. യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അഫലാ നംകുസു അലാ കിതാബിനാ വനദഉൽ അമൽ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു ഓരോ മനുഷ്യനും ജനിക്കുന്നതിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തിയ അവന്റെ സൗഭാഗ്യ നിർഭാഗ്യങ്ങൾ, അവന്റെ നരകവും സ്വർഗവും അവിടുത്തെ ഇരിപ്പിടവും, ആ വിധിയെ അവലംബിച്ചുകൊണ്ട്, ആ രേഖയെ അവലംബിച്ചുകൊണ്ട് പ്രവർത്തിക്കാതെ ഞങ്ങളങ്ങനെ കഴിഞ്ഞുകൂടിയാലോ, നിഷ്ക്രിയരായി ചടഞ്ഞിരുന്നാലോ? കാര്യങ്ങളൊക്കെ അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. സ്വാഭാവികമായും ഈ വാചകം കേൾക്കുമ്പോൾ നമുക്കും ആ സംശയമുണ്ടായിട്ടുണ്ടാകും, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നെ എന്താണ് പ്രസക്തി?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതിനുള്ള മറുപടിയായി പഠിപ്പിച്ചു, മൻ കാന മിൻ അഹ്ലി സആദതി ഫയസീറു ഇലാ അമലി അഹ്ലി സആദ. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ സ്വർഗാവകാശികളിൽ രേഖപ്പെടുത്തിയവൻ, അവൻ ആ സൗഭാഗ്യവാന്മാരുടെ സ്വർഗക്കാരുടെ പ്രവർത്തനത്തിലേക്ക് സഞ്ചരിക്കും. വമൻ കാന മിൻ അഹ്ലി ശഖാവതി ഫസയസീറു ഇലാ അമലി അഹ്ലി ശഖാവ. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകാവകാശികളുടെ കൂട്ടത്തിൽ ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയവൻ, അവൻ ആ ദൗർഭാഗ്യക്കാരുടെ നരകാവകാശികളുടെ പണിയിലേക്ക് മുന്നിടും. ഫഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇഅ്മലു, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ പണിയെടുക്കുക എന്നതാണ്, നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഫകുല്ലുൻ മുയസ്സർ, ഏതൊരു വിധിയാണോ അവന്റെ മേൽ അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളത്, ഒന്നുകിൽ സൗഭാഗ്യം അല്ലെങ്കിൽ ദൗർഭാഗ്യം, ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, അതിലേക്ക് അവൻ എളുപ്പം ചെയ്യപ്പെടുമെന്നാണ് അവന്റെ പ്രവർത്തനങ്ങളിലൂടെ. നിങ്ങൾ പ്രവർത്തിക്കുക. അമ്മ അഹ്ലു സആദതി ഫയുയസ്സറൂന ലിഅമലി അഹ്ലി സആദ വഅമ്മ അഹ്ലു ശഖാവതി ഫയുയസ്സറൂന ലിഅമലി അഹ്ലി ശഖാവ. നേരത്തെ പറഞ്ഞതുപോലെ നിന്റെ ഭാവി എന്താണോ, പരലോകത്തെ നിന്റെ പര്യവസാനം എങ്ങനെയാണോ, അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പ്രവർത്തനങ്ങളിലൂടെ എളുപ്പം നൽകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്തുൽ ലൈലിലെ ആയത്തുകൾ ഉരുവിട്ടു. ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ആരാണോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, നൽകേണ്ടതെല്ലാം നൽകി, സാമ്പത്തികവും ശാരീരികവുമായ അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചു, വത്തഖാ, അല്ലാഹു ഹറാമാക്കിയത് അവൻ ജീവിതത്തിൽ ഒഴിച്ചു നിർത്തി, തഖ്വ പാലിച്ചു, സൂക്ഷ്മത കൈകൊണ്ടു, വസദ്ദഖ ബിൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസമായി, നമ്മുടെ ആദർശമായി സത്യപ്പെടുത്താൻ പറഞ്ഞ ഏറ്റവും മനോഹരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയെ, തൗഹീദിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ യാഥാർത്ഥ്യമാക്കി, ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവൻ ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് നാം എളുപ്പം നൽകും എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരാൾ ജീവിച്ചാൽ അവൻ ഏറ്റവും എളുപ്പമുള്ള നന്മകൾ, സൽക്കർമ്മങ്ങൾ, സ്വർഗത്തിലേക്കുള്ള പരലോക വിജയത്തിലേക്കുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. വഅമ്മാ മൻ ബഖില വസ്തഗ്ന, എന്നാൽ ആരാണോ നേരത്തെ പറഞ്ഞതിനെതിരായി സ്വയം പര്യാപ്തനായി, അല്ലാഹു നൽകാൻ പറഞ്ഞത് നൽകാതെ, ലുബ്ധനായി, പിശുക്കനായി, ശാരീരികവും സാമ്പത്തികവുമായി അല്ലാഹു നമുക്ക് നിയമമാക്കിയ കൽപ്പനകൾ പ്രവർത്തിക്കാതെ, സ്വയം പര്യാപ്തനായി, അല്ലാഹുവിലേക്ക് തിരിയാതെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കാതെ, തന്റെ കഴിവിലും സാമർത്ഥ്യത്തിലും സമ്പത്തിലും അധികാരത്തിലും ഭൗതികമായ നേട്ടങ്ങളിലും ചമ്രം പടിഞ്ഞിരുന്നവൻ, സ്വയം പര്യാപ്തനായിരുന്നവൻ, വഖദ്ദബ ബിൽ ഹുസ്ന, അല്ലാഹുള്ള വിശ്വാസവും തൗഹീദും കളങ്കം ചാർത്തിയവൻ, കളവാക്കിയവൻ, ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, അവൻ ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് നാം എളുപ്പം ചെയ്യും. അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ നടപടികളും തിന്മകളായിരിക്കും. സ്വർഗത്തിൽ നിന്ന് തെറ്റി നരകത്തിലേക്കുള്ള നരകക്കാരുടെ പ്രവർത്തനങ്ങളിലേക്ക് അവൻ എളുപ്പത്തിൽ ചലിച്ചു പോകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ആയത്തുകൾ ഓതി സ്വഹാബത്തിനെ കേൾപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഹദീസിൽ അനേകം പാഠങ്ങളുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നന്മയും തിന്മയും, ശരിയും തെറ്റും, സ്വർഗവും നരകവും, അതിലേക്ക് നയിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് വിവരിച്ചു നൽകിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ സൂറത്തുൽ ഇൻസാനിന്റെ തുടക്കത്തിൽ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. കൂടിച്ചേർന്നുണ്ടായ നിസാരമായ ഒരു ബീജഗണത്തിൽ നിന്ന് മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ സൃഷ്ടിപ്പ്? എന്തിനാണ് ഈ ജീവിതം? നബ്തലീ, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയം കൈവരിക്കാൻ വേണ്ടി, പരീക്ഷണത്തിലെ നന്മ തിന്മകൾ വ്യവച്ഛേദിക്കാൻ, ശരിയും തെറ്റും വ്യവച്ഛേദിക്കാൻ, ധർമ്മവും അധർമ്മവും വ്യവച്ഛേദിക്കാൻ, നല്ലതും ചീത്തയും വ്യവച്ഛേദിക്കാൻ,
ഫജഅൽനാഹു സമീഅൻ ബസീറ, നിങ്ങൾക്കിതാ നാം കാഴ്ചയും കേൾവിയും തന്നിരിക്കുന്നു, ചിന്താശേഷി നൽകിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ നിങ്ങൾക്ക് കാഴ്ചയുണ്ട്, കേട്ടറിയാൻ തിരിച്ചറിവുണ്ടാകാൻ, ഉൾക്കാഴ്ചയുണ്ടാകാൻ നിങ്ങൾക്ക് കേൾവിയുണ്ട്. അള്ളാഹു എല്ലാം കൃത്യമായി വിവരിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും ചിന്താശേഷി നൽകിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നാ ഹദൈനാഹു സബീല, അംബിയാക്കളിലൂടെ, മുർസലീങ്ങളിലൂടെ, അള്ളാഹു അവതരിപ്പിച്ച കിതാബുകളിലൂടെ, സന്മാർഗ ദർശനങ്ങളിലൂടെ അള്ളാഹു അവനിലേക്കുള്ള മാർഗം, സ്വർഗത്തിലേക്കുള്ള സൗഭാഗ്യത്തിന്റെ മാർഗം അവനിതാ വിവരിച്ചു നൽകിയിരിക്കുന്നു. ഇന്നാ ഹദൈനാഹു സബീല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ള സ്വർഗാവകാശിയായി മാറാം, അല്ലെങ്കിൽ നന്ദികെട്ട ധിക്കാരിയായ നരകാവകാശിയായി മാറാം. തെരഞ്ഞെടുപ്പ് നമുക്കുള്ളതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു വകവെച്ച് നൽകിയിരിക്കുന്നു. ബുദ്ധിയും കാഴ്ചയും കേൾവിയും ചിന്താശേഷിയും അള്ളാഹു നൽകിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സൗഭാഗ്യവും ദൗർഭാഗ്യവും നരകവും സ്വർഗവും അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അതിലേക്കുള്ള വഴി അവൻ വിവരിച്ചു നൽകിയിരിക്കുന്നു. അത് തിരഞ്ഞെടുക്കാനുള്ള കഴിവും സാമർഥ്യവും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കനിവും ഔദാര്യവും മാത്രമാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്, നമ്മെ സ്വർഗാവകാശിയാക്കി തീർക്കുന്നത്. അള്ളാഹുവിന്റെ സമ്മാനമാണത്, അള്ളാഹുവിന്റെ ഓശാരമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നന്മയുടെ വഴികളിലൂടെ അവനെ അവലംബിച്ചുകൊണ്ട്, അവനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതിൽ മുന്നേറിയാൽ തീർച്ചയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങൾ പാഴാക്കുകയില്ല. അള്ളാഹുവിന്റെ തീരുമാനം നമുക്ക് അനുകൂലമാകും, യാതൊരു സംശയവുമില്ല. അള്ളാഹു പറഞ്ഞല്ലോ, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ആരാണോ നമ്മുടെ മാർഗത്തിൽ അധ്വാനിക്കുന്നത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, പണിയെടുക്കുന്നത്, ലനഹ്ദിയന്നഹും സുബുലനാ, അള്ളാഹുവിന്റെ വാഗ്ദാനം. അവൻ കട്ടായം പറയുന്നു, നമ്മുടെ വഴിയിലേക്ക് അവരെ നാം വഴി നടത്തുന്നത് തന്നെയാണ്. നാം അധ്വാനിക്കാൻ തയ്യാറാകണം, നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം. അള്ളാഹുവിന്റെ വാഗ്ദാനം ഉറപ്പാണ്. ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് നാം അവരെ വഴി നടത്തുക തന്നെ ചെയ്യും. വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, ഇങ്ങനെ സുഹൃതം ചെയ്യുന്ന, നന്മകൾ പ്രവർത്തിക്കുന്ന, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മുഹ്സിനീങ്ങളോടൊപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം, അള്ളാഹു നൽകുന്ന ഹിദായത്ത്, അള്ളാഹു നൽകുന്ന വിജയം, സമാധാനം, സ്വസ്ഥത, എല്ലാ അനുഗ്രഹങ്ങളുടെയും വാതായനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കുമേൽ തുറന്നിടുമെന്നാണ്. നന്മകൾ പ്രവർത്തിക്കുക, സൽക്കർമ്മങ്ങളിൽ മുന്നേറുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുക എന്നതാണ് ഈ ഹദീസിൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന പ്രധാനപ്പെട്ട പാഠം. വിധി എന്തുമാകട്ടെ, അള്ളാഹു നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ നമ്മുടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹവ്വാ ബീവിയോടും അവിടുത്തെ പത്നിയോടും സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കിയതിനു ശേഷം അള്ളാഹു നൽകുന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട്, പ്രധാനപ്പെട്ട പാഠം. അള്ളാഹു പറഞ്ഞു, ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. ആരാണോ എന്റെ സന്മാർഗത്തെ പിൻപറ്റുന്നവൻ അവൻ വഴിപിഴക്കുകയുമില്ല, ദൗർഭാഗ്യമടയുകയുമില്ല. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചു തന്ന സന്മാർഗം, പരിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും അധ്യാപനങ്ങൾ, അതാരാണ് മുറുകെ പിടിക്കുന്നത് അതാണ് സന്മാർഗം. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഹുദ. ഫലാ യദിൽ, അവൻ ദുനിയാവിൽ വഴിപിഴക്കുകയില്ല, അവൻ ദുനിയാവിൽ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഈ ആയത്തിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ പറഞ്ഞു, ഫലാ യദില്ലു അനിൽ ഹഖ്, സത്യത്തിൽ നിന്ന് അവൻ തെറ്റുകയില്ല. യർശുദു ഫി ദുനിയ വയഹ്തദി, ദുനിയാവിൽ അവൻ വിവേകിയായി തീരും, അവൻ സന്മാർഗത്തിൽ സഞ്ചരിക്കുന്ന വിവേകമുള്ളവനാകും. വലാ യശ്ഖാ, അവൻ ദൗർഭാഗ്യവാനാകുകയില്ല എന്ന് പറഞ്ഞാൽ വലാ യശ്ഖാ ഫിൽ ആഖിറതി ബിൽ അദാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന നരകക്കാരിൽ അവൻ ഉൾപ്പെടുകയില്ല. ബൽ യുദ്ഖിലുഹു അല്ലാഹുൽ ജന്ന, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവിങ്കൽ നിന്നുള്ള സന്മാർഗം, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചം
വിശ്വാസമായി, ആദർശമായി, വാക്കായി, പ്രവൃത്തിയായി, ജീവിതമായി ആര് പിൻപറ്റുന്നോ ദുനിയാവിലും അവർക്ക് നഷ്ടമില്ല. സൗഭാഗ്യപൂർണമായ സത്യസമ്പൂർണമായ ജീവിതം. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവരെ നരകത്തിന്റെ വിറകാക്കുകയില്ല. സ്വർഗത്തിലേക്ക് അവർ നയിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലയം ചെയ്യും. അല്ലാഹു പറഞ്ഞില്ലേ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. ആരാണോ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും എങ്ങനെ? വഹുവ മുഅ്മിൻ, അല്ലാഹുവിലുള്ള ഈമാൻ അടിയുറച്ചവനായ നിലയിൽ, ഈമാനുള്ളവരായി, തൗഹീദുള്ളവരായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പുരുഷനാരാണോ സ്ത്രീ ആരാണോ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ, അല്ലാഹു പറയുന്നു അവർക്ക് മനോഹരമായ ഭംഗിയുള്ള സ്വസ്ഥ സമാധാനപൂർണമായ ജീവിതം ദുനിയാവിൽ നാം അവർക്ക് നൽകുന്നതാണ്. ആർക്കാണ് സമാധാനം? ആർക്കാണ് സ്വസ്ഥത? ആർക്കാണ് സൗഭാഗ്യ സമ്പന്നമായ ജീവിതം? അല്ലാഹു പറയുന്നു ഈമാനുള്ളവരായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായ സ്ത്രീയാണോ പുരുഷനാണോ അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിശ്ചയിച്ചിട്ടുള്ളത്. ദുനിയാവിലെ അവസ്ഥയാണിത്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. എന്നാൽ ആഖിറത്തിലോ അവർ ചെയ്തതിന് ഏറ്റവും നല്ല പ്രതിഫലം, സ്വർഗമാകുന്ന മഹത്തായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണത്. സഹോദരങ്ങളെ, ഈ ജീവിതം സ്വസ്ഥപൂർണമായ സൗഭാഗ്യസമ്പന്നമായ സമാധാനമുള്ള ഈ ലോകത്തും പരലോകത്തും വിജയം നേടാൻ സാധിക്കുന്ന മഹത്തായ ജീവിതം അസ്സആദ, ഇത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുറിച്ചു വെച്ച രേഖയിൽ നമ്മുടെ സഞ്ചാരം സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാണോ? നടേ സൂചിപ്പിച്ച ഹദീസിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലാഹു നമുക്ക് എളുപ്പം ചെയ്യുകയാണോ? അതല്ല, നമ്മൾ ഹക്കിൽ നിന്ന് സന്മാർഗത്തിൽ നിന്ന് തെറ്റി നരകത്തിന്റെ പാതയിലാണോ എന്ന് തിരിച്ചറിയാൻ പ്രധാനപ്പെട്ട ചില അടയാളങ്ങളുണ്ട്. 3 അടയാളങ്ങൾ നമ്മുടെ മുൻഗാമികൾ നമ്മെ ആഴത്തിൽ പഠിപ്പിച്ച ഉൻവാനു സആദ എന്ന പേരിൽ പണ്ഡിതന്മാർ നമ്മെ കേൾപ്പിച്ച സൗഭാഗ്യ ജീവിതത്തിന്റെ ചില അടയാളങ്ങളുണ്ട്. സൗഭാഗ്യ ജീവിതത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില ശീർഷകങ്ങളുണ്ട്. സൗഭാഗ്യ ജീവിതം നയിക്കുന്നവർക്ക് അല്ലാഹു ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നിശ്ചയിച്ച ചില മേൽവിലാസമുണ്ട്. നാം അത് മനസ്സിലാക്കൽ നിർബന്ധമാണ്. സഹോദരങ്ങളെ, ഒന്നാമതായി പറയട്ടെ, ഒരാളുടെ ജീവിതം, ദുനിയാവിലെ ജീവിതം സൗഭാഗ്യപൂർണമാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയിലാണവൻ. അല്ലാഹു നിശ്ചയിച്ച സമാധാനവും വിജയവും നേടുന്ന മാർഗത്തിലാണവൻ എന്നവന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്നാമത്തെ ലക്ഷണം, ഇദാ അൻഅമല്ലാഹു അലൈഹി ശകർ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവന് ലഭിച്ചാൽ അവൻ നന്ദിയുള്ള അടിമയായിത്തീരും. അനുഗ്രഹങ്ങളിലാണോ നാം? ഭൗതികമായി സമ്പത്തിനൊരു കുറവുമില്ല, കടങ്ങളില്ല, പ്രാരാബ്ധങ്ങളില്ല, പട്ടിണിയില്ല, പരിവട്ടമില്ല, രോഗങ്ങളില്ല, പരീക്ഷണങ്ങളില്ല. അനുഗ്രഹങ്ങളിലാണ് എല്ലാ അർത്ഥത്തിലും. ദുനിയാവിൽ സൗഭാഗ്യത്തിലാണ്. എങ്കിൽ യഥാർത്ഥ സൗഭാഗ്യത്തിലാണോ അവൻ? ശകർ. അവന് ലഭിച്ച അനുഗ്രഹങ്ങൾക്കുമേൽ അള്ളാഹുവിന് നന്ദിയുള്ളവനാകും. ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ അവൻ വിനിയോഗിക്കും. അവൻ നന്ദികേട് പ്രവർത്തിക്കുകയില്ല. ഇതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം പണ്ഡിതന്മാർ പറഞ്ഞു, വഇദ ബുതുലിയ സബർ. പരീക്ഷിക്കപ്പെട്ടാൽ എല്ലാവർക്കും ദുനിയാവിൽ സുഖങ്ങൾ മാത്രമായിരിക്കുകയില്ല, അനുഗ്രഹങ്ങൾ മാത്രമായിരിക്കുകയില്ല. പരീക്ഷണങ്ങൾ പല രൂപത്തിൽ പലരെയും പിടികൂടാം. ദാരിദ്ര്യമുണ്ടാകാം, രോഗമുണ്ടാകാം, കടമുണ്ടാകാം, സാമ്പത്തിക നഷ്ടമുണ്ടാകാം, വേണ്ടപ്പെട്ടവരുടെ മരണം ബാക്കിയാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ പല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിച്ചേക്കും. പരീക്ഷണത്തിലാണോ? പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകയാണോ? സൗഭാഗ്യ ജീവിതം നയിക്കുന്നവന്റെ ലക്ഷണം എന്താണ്? വഇദ ബുതുലിയ സബർ. ക്ഷമിക്കുമവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളോട് പറഞ്ഞതുപോലെ സബറുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കും. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ നൽകുമെന്ന അവന്റെ വാഗ്ദാനത്തിൽ അവർ അവലംബിക്കും. പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ ജീവിതം സൗഭാഗ്യത്തിലാണ്. ഇതാണ് രണ്ടാമത്തെ അടയാളം. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, വഇദാ അദ്നബ ഇസ്തഗ്ഫർ. സൗഭാഗ്യമുണ്ടാകും, ദൗർഭാഗ്യമുണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, അനുഗ്രഹങ്ങൾ ഉണ്ടാകും.
ഈ രണ്ട് പ്രതിസന്ധികൾക്ക് അല്ലെങ്കിൽ ഈ രണ്ട് പ്രതിഭാസങ്ങൾക്കിടയിലൂടെയാണ് ഒരു മനുഷ്യൻ ദുനിയാവിൽ സഞ്ചരിക്കുന്നത്. ഇതിനിടയിൽ അവന് തെറ്റുകൾ സംഭവിക്കും, വീഴ്ചകൾ ഉണ്ടാകും, ഹറാമുകൾ പ്രവർത്തിക്കും. എന്താണ് അവന്റെ അടയാളം? തെറ്റുകൾ സംഭവിച്ചാൽ മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത്. അങ്ങനെ പരീക്ഷണങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഇടയിൽ ജീവിക്കുന്ന മനുഷ്യ, നിനക്ക് തെറ്റു സംഭവിച്ചാൽ നീ സൗഭാഗ്യത്തിലാണോ? തെറ്റ് സംഭവിക്കും, ഉറപ്പാണ്. എങ്കിൽ തെറ്റു സംഭവിച്ചാൽ നീ സൗഭാഗ്യ ജീവിതത്തിലാണോ? അടയാളം എന്താണ്? ഇസ്തഗ്ഫർ. ആ തെറ്റിൽ നിന്ന് വിടവാങ്ങും, അള്ളാഹുവിനോട് പാപമോചനം തേടും, കാലാകാലം ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ തെറ്റിലതിയായി ഖേദിച്ച് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കും, പാപമോചനത്തിനിരക്കും. ഇതാണ് സൗഭാഗ്യ ജീവിതത്തിന്റെ മൂന്നാമത്തെ അടയാളം. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ മൂന്നവസ്ഥയിലല്ലാതെ ഈ ദുനിയാവിൽ ഏതു മനുഷ്യനാണ് ജീവിക്കുന്നത്? ഒന്നെങ്കിൽ അനുഗ്രഹങ്ങൾക്കിടയിൽ, അതല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്കിടയിൽ. ഇത് രണ്ടുമുണ്ടെങ്കിലും തെറ്റുകൾ സംഭവിക്കാത്ത ഏതു മനുഷ്യനാണുള്ളത്? എത്ര മനോഹരമാണ് ഈ പാഠം! പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുക, അനുഗ്രഹിക്കപ്പെട്ടാൽ നന്ദിയുള്ളവനാകുക, തെറ്റുകൾ സംഭവിച്ചാൽ അള്ളാഹുവിനോട് പാപമോചനം തേടുക, തൗബയിറക്കുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കവേ പറഞ്ഞു, ഫഇന്ന ഹാദിഹിൽ ഉമൂറു സലാസ ഉൻവാനു സആദത്തിൽ അബ്ദി വഅലാമതു ഫലാഹിഹി ഫി ദുനിയാഹു വഉഖ്റാ. അതെ, ഈ മൂന്ന് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളുടെ സൗഭാഗ്യ ജീവിതത്തിന്റെ ശീർഷകമാണ്, അവരുടെ സമാധാന ജീവിതത്തിന്റെ മേൽവിലാസമാണ്, അവരുടെ സ്വസ്ഥപൂർണമായ ജീവിതത്തിന്റെ ശീർഷകമാണ്. അതെ, ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അടയാളമാണ്, ലക്ഷണമാണ്, ഒരു തനതായ മുസ്ലിമിന്റെ മുഅ്മിനിന്റെ വിശേഷണമാണ്, സവിശേഷതയാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം വലാ യൻഫക്കു അബ്ദുൻ അൻഹാ അബദൻ, വലാ യൻഫക്കു അബ്ദുൻ അൻഹാ അബദൻ. അല്ലാഹുവിന്റെ അടിമയാണോ, മനുഷ്യനാണോ, ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയല്ലാതെ അവന്റെ ജീവിതം ദുനിയാവിൽ മുന്നിടുകയില്ല. ഫഇന്നൽ അബ്ദ ദായിമു തഖല്ലുബി ബൈന ഹാദിഹിൽ അത്ബാഖി സലാസ്. ഈ മൂന്ന് തലങ്ങളിലൂടെയല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിച്ചു മരിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലാണ് നാമെങ്കിൽ നന്ദിയുള്ളവരാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളിലാണ് നമ്മൾ പ്രയാസപ്പെടുന്നതെങ്കിൽ ഭംഗിയായി ക്ഷമിക്കുക. തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ദിനം പ്രതി, യാതൊരു സംശയവുമില്ല. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ചെയ്ത തെറ്റുകൾക്കുമേൽ ആത്മാർത്ഥമായ ഖേദം അള്ളാഹുവിനോട് രേഖപ്പെടുത്തി തെറ്റിന്റെ അംശങ്ങൾ ജീവിതത്തിൽ നിന്ന് വേരോട് പിഴുതെറിഞ്ഞ് സൃഷ്ടികളോട് ചെയ്ത തെറ്റുകളാണെങ്കിൽ അവരോട് ഏറ്റുപറഞ്ഞ് പൊരുത്തം വാങ്ങി അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കുക. സൗഭാഗ്യ ജീവിതത്തിന്റെ സമ്പന്നമായ വാതായനങ്ങളിലൂടെ അള്ളാഹു നിശ്ചയിച്ച സ്വർഗം വെട്ടിപ്പിടിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുക. അള്ളാഹു നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله. أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ നന്ദിയുള്ളവരാകുക എന്നതാണ് സൗഭാഗ്യ ജീവിതം നയിക്കുന്നവരുടെ ഒന്നാമത്തെ ലക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വിളംബരം ചെയ്തിരിക്കുന്നു. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അതിന് നിങ്ങൾ നന്ദിയുള്ളവരായാൽ, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ലഅസീദന്നകും, അനുഗ്രഹങ്ങൾ അവൻ വർദ്ധിപ്പിച്ചു നൽകുക തന്നെ ചെയ്യും. ദുനിയാവ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? ദുനിയാവിൽ പ്രയാസങ്ങളില്ലാതെ മരിക്കുവോളം നമുക്കും കുടുംബത്തിനും ജീവിക്കാൻ അനുഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു ലഭിക്കാനുള്ള ഉപാധി എന്താണ്? അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നതാണ്. അള്ളാഹു നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു നൽകും, അവന്റെ വാഗ്ദാനമാണത്. അതല്ല, കിട്ടിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിനെ
അനുസരണക്കേട് കാണിക്കാനും ധിക്കരിക്കാനും തോന്നിവാസങ്ങൾക്കും ഹറാമുകൾക്കും വേണ്ടിയാണോ? അവനെ മറന്നുള്ള ജീവിതത്തിനാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? നന്ദികേടിലാണോ? പരമാവധി നിനക്ക് മരിക്കുവോളം ആ നന്ദികേടിൽ തുടരാം. പക്ഷേ അള്ളാഹു പറയുന്നു, ഇന്ന അദാബി ലശദീദ്, നന്ദികെട്ടവനായാണ് നീ അനുഗ്രഹങ്ങളെ വിനിയോഗിച്ചതെങ്കിൽ എന്റെ ശിക്ഷ കഠിനമാണ്. ഖബറിൽ നാം ഒറ്റക്കാണ്, വിചാരണക്ക് നാം ഒറ്റക്കാണ്, പരലോകത്ത് നാം ഒറ്റക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകലാണ് സൗഭാഗ്യ ജീവിതത്തിന്റെ ഒന്നാമത്തെ ശീർഷകം. എങ്കിൽ എങ്ങനെയാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുക? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒന്നാമതായി, നിന്റെ ഹൃദയത്തിൽ നിനക്ക് ലഭിച്ച ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ, നിന്റെ ശരീരത്തിലെ ഓരോ ഇഞ്ചിലും അത് നിനക്ക് കാണാം. നിന്റെ ജീവിതത്തിൽ, നിന്റെ ഐഹികമായ ജീവിതത്തിൽ, നിന്റെ ദീനിയായ ജീവിതത്തിൽ, നിന്റെ മക്കളിൽ, കുടുംബത്തിൽ, കച്ചവടത്തിൽ, നിന്റെ വ്യവഹാരങ്ങളിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ അറിവിൽ, നിന്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, നിന്റെ പ്രകൃതത്തിൽ, നിന്റെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, നടപടികളിൽ എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുച്ചൂടും നിനക്ക് വീക്ഷിക്കാം. എല്ലാം നിനക്ക് ലഭിച്ചതെല്ലാം എല്ലാം അള്ളാഹുവിൽ നിന്നും മാത്രമാണ് എന്ന് നീ ഉറപ്പിക്കുക. ഖൽബ് കൊണ്ട് നിനക്ക് ലഭിച്ച നേട്ടങ്ങൾ അള്ളാഹുവിന്റെ ഓശാരമാണ്, അവന്റെ കനിവാണ്, അവന്റെ ഔദാര്യമാണ് എന്ന് തിരിച്ചറിയുക. ഹൃദയത്തിൽ അനുഗ്രഹദാതാവായ റബ്ബിനെ തിരിച്ചറിയുക. ഇതാണ് നന്ദിയുടെ ഒന്നാമത്തെ ഘട്ടം. ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിയുക, അനുഗ്രഹങ്ങൾ നൽകിയത് അള്ളാഹുവാണ് എന്ന ബോധ്യമുണ്ടാകുക. രണ്ടാമതായി, നാവ് കൊണ്ട് ആ അനുഗ്രഹങ്ങൾക്കുമേൽ റബ്ബിനെ സ്തുതിക്കുക. ഒരുരുള നീ വയറ്റിലേക്ക് ചവച്ചിറക്കുമ്പോൾ പോലും അൽഹംദുലില്ലാ എന്ന് പറയാതെ നിന്റെ ഭക്ഷണ തളികയിൽ നിന്ന് നീ വിരാമം കൊള്ളരുത്. ഒരിറക്ക് വെള്ളം നീ കുടിച്ച് നിന്റെ പാനപാത്രം ടേബിളിൽ വെച്ച് മടങ്ങുമ്പോൾ അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിനോട്, ആ ഒരിറക്ക് വെള്ളത്തിന് അള്ളാഹുവിനോട് നന്ദിയുടെ വാചകം നാവ് കൊണ്ട് സ്തുതി കൊണ്ട് അർപ്പിച്ചിട്ടല്ലാതെ നീ പിരിയരുത്. ഇങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഓരോന്നിനും നീ അള്ളാഹുവിനോട് നാവ് കൊണ്ട് നന്ദി പറയാൻ ബാധ്യസ്ഥനാണ്. ഹംദുകൾ അർപ്പിക്കുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. അനുഗ്രഹങ്ങൾ എന്റെ കഴിവിലേക്കും എന്റെ സാമർത്ഥ്യത്തിലേക്കും എന്റെ അധ്വാനത്തിലേക്കും എന്റെ പാരമ്പര്യത്തിലേക്കും ചേർത്തി പറയാതെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക. ക്രെഡിറ്റ് അള്ളാഹുവിന് വകവെച്ച് നൽകുക. അള്ളാഹുവാണ് സകല അനുഗ്രഹങ്ങൾ നൽകിയത്. ഇങ്ങനെ നാവ് കൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ളവനായ, സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുന്നവനായ അടിമയായി മാറുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി, നന്ദിയുടെ മൂന്നാമത്തെ അടയാളം, അവയവങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നാം വിനിയോഗിക്കുക. സമ്പത്താണോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക. ഹറാമിൽ ഒരു ഉറുപ്പിക പോലും പാഴാക്കുകയില്ല എന്ന് ഉറപ്പിക്കുക. അള്ളാഹു നൽകിയ വസ്ത്രം എന്ന അനുഗ്രഹം അള്ളാഹു പറഞ്ഞതുപോലെ ഉടുക്കുക. പുരുഷന്മാർ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഉടുക്കാതിരിക്കുക. സ്ത്രീകൾ അന്യരുടെ മുമ്പിൽ സമ്പൂർണമായ ഹിജാബിന്റെ സുരക്ഷിതത്വത്തിൽ അവർ കഴിയുക. ഇങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയ നിഅമത്തുകൾ നമ്മുടെ അവയവങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ അള്ളാഹുവിന് നന്ദിയുള്ളവരായി, അവനെ ധിക്കരിക്കാതെ, ഹറാമുകൾ ചെയ്യാതെ, അള്ളാഹുവിന് തൃപ്തിയുള്ള നിലയിൽ നമ്മൾ അത് വിനിയോഗിക്കുക. എങ്കിൽ നമ്മുടെ നന്ദി പൂർണ്ണമായി എന്നാണ്. ഖൽബിലും നാവിലും അവയവങ്ങളിലും ശരീരത്തിലും പ്രകടമാകുന്ന നന്ദി. ഇങ്ങനെ നന്ദിയുള്ളവരായാൽ അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു നൽകും. ഇതാണ് സൗഭാഗ്യ ജീവിതത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം. ഞാൻ ചുരുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ ക്ഷമിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ നിന്നും തുടങ്ങണം. ഒരു പരീക്ഷണം ഉണ്ടായാൽ, പ്രതിസന്ധി ഉണ്ടായാൽ, ആകസ്മികമായ ദുരന്തമുണ്ടായാൽ അള്ളാഹുവിന്റെ വിധിയാണിത്. അവൻ രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുകയില്ല. ഒരില പോലും അനങ്ങുന്നില്ല. അതുകൊണ്ട് അള്ളാഹു വിധിച്ചതിൽ ഞാൻ ക്ഷമിക്കുന്നു. അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൃപ്തി പ്രകടിപ്പിക്കാതിരിക്കുക, മനസ്സിൽ അതിനോട് നീരസം തോന്നാതിരിക്കുക, മനസ്സിൽ അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തരാകുക. ഒന്നാമത്തെ കാര്യം, പരീക്ഷണങ്ങളുടെ ക്ഷമയുടെ ഒന്നാമത്തെ ഘട്ടം ഇതാണ്. രണ്ടാമതായി, നാവ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയെ പഴിക്കാതിരിക്കുക. എന്നാലും സംഭവിച്ചല്ലോ, എനിക്കിത് ബാധിച്ചല്ലോ, എന്തിനാണ് എനിക്ക് ഈ പ്രയാസം, ഇങ്ങനെ കാണുന്നവരോടെല്ലാം അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ വിധിയെ പഴിക്കുന്ന അവസ്ഥ നാവ് കൊണ്ട് സംഭവിക്കാതിരിക്കുക. അത് തൃപ്തിയുടെ, ക്ഷമയുടെ അടയാളമല്ല. അതുകൊണ്ട് നാവ് കൊണ്ട് പോലും ഒരു പരാതി, ഒരു പരിവട്ടം അള്ളാഹുവിന്റെ വിധിക്കെതിരെ നമ്മൾ സംസാരിക്കാതിരിക്കുക, ക്ഷമിക്കുക. മൂന്നാമതായി, അവയവങ്ങളിലൂടെ ചില ആളുകൾ പരീക്ഷിക്കപ്പെട്ടാൽ, എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ ഉള്ളതീനെല്ലാം കാറ്റിൽ പറത്തും. പിന്നെ അവർക്ക് നിസ്കാരമില്ല, പിന്നെ നന്മകളില്ല, പിന്നെ ഇബാദത്തില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെങ്ങനെ ദ്രോഹിക്കാൻ, അതുകൊണ്ട് ഞാനിനി നന്നാവണില്ല, ഞാനിനി ഇങ്ങനെ തന്നെ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചാൽ ആ പരീക്ഷണങ്ങൾ ക്ഷമിക്കാതെ അതിനേക്കാൾ വലിയ ക്ഷമകേട് ദീനിൽ നിന്ന് തെറ്റിയ ആളുകൾ കാണിക്കും.
അവയവങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ തിന്മകൾ, ഹറാമുകൾ, അരുതായ്മകൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഹൃദയത്തിലും നാവിലും ശരീരത്തിലും ജീവിതത്തിലും ക്ഷമ അവലംബിക്കുന്നവരായാൽ സൗഭാഗ്യ ജീവിതത്തിന്റെ രണ്ടാമത്തെ ലക്ഷണം അതാണ്. മൂന്നാമതായി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, തിന്മകൾ സംഭവിച്ചാൽ പാപമോചനം തേടുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ആരുടെ നന്മയുടെ ഏടുകളിലാണോ ധാരാളം എണ്ണമറ്റ ഇസ്തിഗ്ഫാറുകൾ ഉള്ളത്, അവർക്ക് സ്വർഗത്തിലേക്ക് മംഗളം. സഹോദരങ്ങളെ, നാം ശ്വസിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന് കണക്കെ, നമ്മുടെ ജീവവായുവിന് കണക്കെ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ പോലും അത് അധികമാകുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായ ഇബാദത്തുകൾക്ക് ശേഷം പോലും നമുക്ക് ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കിയിരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ആദ്യം നമ്മൾ പറയേണ്ടത് 3 ഇസ്തിഗ്ഫാറാണ്. നന്മ ചെയ്തതിനു ശേഷം പോലും ഇസ്തിഗ്ഫാർ അള്ളാഹു നമുക്ക് നിയമമാക്കിയെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപക്കറകളുടെ മേൽ നമ്മൾ എത്രമാത്രം ഇസ്തിഗ്ഫാറുകൾ അള്ളാഹുലേക്ക് ഉയർത്തണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപസുരക്ഷിതനായ അവിടുന്ന് പോലും നിത്യജീവിതത്തിൽ ദിവസവും 100ഓളം ഇസ്തിഗ്ഫാർ, അതല്ലെങ്കിൽ അതിലോളം ഇസ്തിഗ്ഫാറുകൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചിരുന്നു. ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകൾ പുറത്തു തരിക എന്നതിനപ്പുറത്ത് ഭൗതികമായി നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ അനേകമാണ്. ഒരായത്ത് കൂടി സൂചിപ്പിക്കട്ടെ ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാറിന്റെ നേട്ടങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കവേ മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞതായി സൂറത്തു നൂഹിൽ അല്ലാഹു പറഞ്ഞ ആയത്തുകൾ അവിടുന്ന് കേൾപ്പിക്കുകയുണ്ടായി. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവൻ നിങ്ങൾക്ക് അങ്ങേയറ്റം പുറത്തു നൽകുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങളുടെ ഇസ്തിഗ്ഫാർ, പാപമോചന തേട്ടം ആത്മാർത്ഥമാണെങ്കിൽ അതിന് നിബന്ധനകളുണ്ട്. വെറുതെ നാവ് കൊണ്ട് യാന്ത്രികമായി ഉരുവിടുന്ന വാചികമായ എക്സസൈസ് അല്ല ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഖൽബ് തൊടാതെ ഈ സലാം വീട്ടി പോകുന്നത് ഹറാമിലേക്കാണ്. അങ്ങനെ നാവ് കൊണ്ട് മാത്രം ഒതുക്കുന്ന ഇസ്തിഗ്ഫാർ അല്ല. ചെയ്ത തെറ്റിന്റെ മേൽ അതിയായ ഖേദം രേഖപ്പെടുത്തുന്ന, ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കുന്ന, ആ തെറ്റിന്റെ അംശങ്ങൾ ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയുന്ന ആത്മാർത്ഥമായ ഇസ്തിഗ്ഫാറാണോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ കേൾപ്പിച്ചു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ആകാശത്ത് നിന്നവൻ സമൃദ്ധമായി നിങ്ങൾക്ക് മഴ വർഷിച്ചു നൽകും. മഴ ലഭിക്കാൻ, ഭൂമിയിൽ കായ്ക്കനികൾ മുളയ്ക്കാൻ, സമൃദ്ധി ഉണ്ടാകാൻ, ക്ഷാമമില്ലാതിരിക്കാൻ, ഭൂമിയിലെ സുഖത്തിന് ഇസ്തിഗ്ഫാറാണ് മരുന്ന്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. നിങ്ങൾക്ക് സമ്പാദ്യവും സമ്പത്തും വർദ്ധിക്കണമോ? നിങ്ങൾക്ക് മക്കളിൽ കൺകുളിർമയുണ്ടാകണമോ? സന്താന സൗഭാഗ്യം ഉണ്ടാകണോ? ഇസ്തിഗ്ഫാർ ചെയ്യുക. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും അവൻ നൽകും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. തോട്ടങ്ങളും കായ്ക്കനികളും പുഴകളും അരുവികളും ഭൗതികമായ സമൃദ്ധിയും അള്ളാഹു നിങ്ങൾക്ക് നൽകും. ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള ഭൗതികമായ ഐഹികമായ നേട്ടങ്ങളാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കണക്കറ്റ ഇസ്തിഗ്ഫാറുകൾ നമ്മുടെ നന്മയുടെ ശേഖരങ്ങളിൽ ഉണ്ടാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരായത്ത് കൂടി ഞാൻ കേൾപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഇടയ്ക്കിടെ കേൾപ്പിക്കാറുണ്ടായിരുന്ന ആയത്ത്. ഈ ആയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാഠങ്ങളെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലദീന ആമനു, ഈമാനുള്ളവർ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് സൗഭാഗ്യമടയുന്നവർ. ഇതിനു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അവരെയാണ് അള്ളാഹു സ്വർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് നയിക്കുക. അള്ളാഹു സ്വർഗത്തിലേക്ക് നയിക്കുന്ന, സൗഭാഗ്യ ജീവിതം നയിക്കുന്നവരുടെ ലക്ഷണം, അവർക്ക് ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകും, തൗഹീദ് ഉണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് അവരുടെ ഹൃദയത്തിൽ സമാധാനം കൈവരും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ, അള്ളാഹുലേക്ക് തിരിഞ്ഞു നടന്നാലല്ലാതെ, അവൻ നിയമമാക്കിയ നന്മകൾ പ്രവർത്തിച്ചാലല്ലാതെ, പരീക്ഷണങ്ങൾ ക്ഷമിച്ചാലല്ലാതെ, അനുഗ്രഹങ്ങളിൽ അവനെ ഓർത്തുകൊണ്ട് നന്ദി ചെയ്താലല്ലാതെ, തിന്മകൾ സംഭവിച്ചാൽ അവന്റെ ശിക്ഷയെക്കുറിച്ച് ഓർത്തുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്താലല്ലാതെ നമുക്ക് സമാധാനം ലഭിക്കുകയില്ല. ഈ ലോകത്ത് ലഭിക്കുകയില്ല, നാളെ പരലോകത്തും ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.